ഈ സിനിമകൾ ആർക്കും വേണ്ട, പക്ഷേ അവാർഡുകൾ തേടി വരുന്നത് ഇത്തരം സിനിമകളെയാണ്. വൃത്താകൃതിയുള്ള ചതുരം, ആവാസവ്യൂഹം, പുരുഷപ്രേതം, ഈ 3 സിനിമകളുടെ വ്യത്യസ്തത മാത്രം മതി ഇതിലെ സംവിധായകനെ നിങ്ങൾക്ക് ഊഹിക്കാൻ. കൃഷാന്ത് ആർ.കെ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമയെക്കുറിച്ചാണ്, സംഘർഷഘടന അഥവാ ദ ആർട്ട് ഓഫ് വാർഫെയർ. സുൻസുവിൻ്റെ ദ ആർട്ട് ഓഫ് വാർ എന്ന ബുക്കിനെ ബേസ് ചെയ്താണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഏൻഷ്യൻ ചൈനീസ് വാർഫെയർ സ്ട്രാറ്റജികളെയും അതുപോലെ തന്നെ യുദ്ധകാലത്ത് നമ്മൾ എത്തരത്തിൽ പ്രവർത്തിക്കണം എന്നതിനെ പറ്റിയുമാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഗംഭീര ബുക്കാണ് കേട്ടോ, വായിക്കാത്തവർ തീർച്ചയായിട്ടും വായിക്കണം. കൃഷാന്ത് തന്നെയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജേഷ് നറു. ആദ്യം തന്നെ പറയട്ടെ, സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ചില സീനുകൾ എലിവേറ്റ് ചെയ്യാനായിട്ട് മ്യൂസിക് വലിയൊരു പങ്ക് വഹിക്കാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ജെനുവിനായിട്ടും അത്രയും റിയൽ ആയിട്ടുമാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആ സീൻ ഓൾറെഡി കുറച്ച് എലിവേറ്റഡ് ആണ്, അതിന് വേണ്ടിയുള്ള മ്യൂസിക് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അതിനെ എലിവേറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മ്യൂസിക് ഒന്നും സിനിമയിൽ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് ഭയങ്കര ജെനുവിനായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഒറിജിനലായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഒരു ചൈനീസ് കൈൻഡ് ഓഫ് മ്യൂസിക്കാണ് സിനിമയിൽ ഉടനീളം കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര വ്യത്യസ്തത പുലർത്തുന്നതായിട്ട് നമുക്ക് തോന്നും. പ്രയാഗ് മുകുന്ദനാണ് സിനിമാറ്റോഗ്രഫി. സിനിമ തുടങ്ങി ആദ്യ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ യൂഷ്വലി കാണാൻ പോകുന്ന ഒരു സിനിമയല്ല ഇതെന്നുള്ളത്. കാരണം ആ 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ വല്ലാണ്ട് സിനിമയിലേക്ക് എൻഗേജ് ചെയ്യിക്കും. സിനിമയിൽ കുറേ ഭാഗത്ത് ഡച്ച് ആംഗിളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് അതിനുശേഷം ഒരു കെയോസ് ഉണ്ടെന്ന് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വെച്ചിരിക്കുന്നത്. സിനിമയുടെ ആദ്യ സീനിൽ തന്നെ വണ്ടി കത്തുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ എന്തോരം ഭംഗിയായിട്ടാണ് അത് എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതല്ലാതെ ഒരു റിവ്യൂവറിനൊന്നും പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലല്ല അത് എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ സിനിമാറ്റോഗ്രഫി നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്നതിൽ ഒരു വല്ലാത്ത പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അത് സിനിമ കാണുന്നവർക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ആവും. സിനിമയുടെ എഡിറ്റർ കൃഷാന്ത് തന്നെയാണ്. മൾട്ടി ടാസ്കിങ് ഇൻ ഫിലിം മേക്കിംഗ് എന്നൊരു കോഴ്സ് ഉണ്ടെങ്കിൽ അത് കൃഷാന്തിൻ്റെ അടുത്ത് നമ്മൾ പഠിക്കേണ്ടി വരും. കാരണം ഈ മേഖലകളിലെല്ലാം പുള്ളി കൈ തെളിഞ്ഞ ഒരാളാണ്. പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്റർ, സിനിമാറ്റോഗ്രാഫർ ആൻഡ് എഡിറ്റർ, ഈ മേഖലകളിലെല്ലാം പുള്ളി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ സംവിധായകനായും എഴുത്തുകാരനുമായി അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വിഷ്ണു അഗസ്ത്യ, സനു പടവീടൻ ഇവരാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ കോംബോ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻസോംനിയ നൈറ്റ്സ് എന്ന സീരീസിലായിരുന്നു നമ്മൾ ഈ കോംബോ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത്. അതിലും ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയും ഇവർ രണ്ടുപേരുടെയും അഭിനയം ഗംഭീരമായിരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു ആക്ടറാണ് വിഷ്ണു അഗസ്ത്യ. ബ്രില്യൻ്റ് ആക്ടർ. ഇദ്ദേഹത്തിൻ്റെ ഇൻസോംനിയ നൈറ്റ്സ് കണ്ടപ്പോഴേ ഞാൻ വലിയൊരു ഫാൻ ബോയ് ആയതാണ്. തുടർന്ന് അങ്ങോട്ട് RDX, റൈഫിൾ ക്ലബ്ബ് തുടങ്ങിയ സിനിമകളിലെല്ലാം ഗംഭീര പ്രകടനമായിരുന്നു. ഇപ്പോൾ ഉള്ള നടന്മാരിൽ ഇത്രയും റേഞ്ചുള്ള മറ്റ് നടന്മാർ വളരെ കുറവാണ്. ഇദ്ദേഹത്തിന് മുൻപോട്ടും ഇത്തരം വേഷങ്ങളും ഇത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എങ്കിൽ മാത്രമേ വിഷ്ണുവിനെ പോലൊരു ആക്ടറിൻ്റെയൊക്കെ ഫുൾ പൊട്ടൻഷ്യൽ പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സനു പടവീടൻ്റെ കഥാപാത്രം മുൻപ് നാട് വിറപ്പിച്ചിരുന്ന ഒരു വലിയ ഗുണ്ടയായിരുന്നു. ഇവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിഷ്ണു അഗസ്ത്യയുമായി കണ്ടുമുട്ടാൻ ഇടയുണ്ടാകുന്നു. തുടർന്നുണ്ടാകുന്ന റിവഞ്ചാണ് സിനിമയുടെ കഥ. പക്ഷേ അതങ്ങനെ അത്ര ബ്ലാൻഡ് ആയിട്ടല്ല സിനിമയിലുടനീളം പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിൽ ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന ചില സ്ട്രാറ്റജികളുണ്ട്. അതെല്ലാം സുൻസുവിൻ്റെ ആ പുസ്തകത്തിൽ പറയുന്ന അതേ സ്ട്രാറ്റജികളാണ്. അതിനെല്ലാം ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ആണ് കൃഷാന്ത് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ സ്ട്രാറ്റജികൾ പറയുന്നതിന് മുൻപും ഒരു കൃത്യമായ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന് മുൻപ് നടന്ന ഒരു കൃത്യമായ സംഭവം എല്ലാം വിവരിച്ചുകൊണ്ടാണ് സിനിമയിൽ ഈ സ്ട്രാറ്റജികളെ എല്ലാം നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്. IFFK ഈ സിനിമ ഇറങ്ങിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 8 ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമ കാണാൻ പോയത്. പക്ഷേ സത്യസന്ധമായി പറയാമല്ലോ, എന്നെ ഒരുപാട് വിഷമപ്പെടുത്തി. ഒരുപാട് വിഷമം തോന്നി. കാരണം ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഒരു സിനിമ ഇറക്കി അത് ഹിറ്റാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടിപ്പിക്കൽ ഫിലിം മേക്കർ അല്ല കൃഷാന്ത്. പ്രേക്ഷകരെ അപ്ലിഫ്റ്റ് ചെയ്യണമെന്നും വേറൊരു തലത്തിലുള്ള സിനിമകൾ കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് കൃഷാന്ത് എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഫിലിം മേക്കർ എന്ന നിലയിൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്ന ഒരു ഫിലിം മേക്കറായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയത്. പക്ഷേ തിയേറ്ററുകളിൽ ആളുകൾക്ക് ഇത്തരം സിനിമകളോടുള്ള വിയോജിപ്പ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മികച്ച സിനിമകളെ നമ്മൾ എക്കാലത്തും തള്ളി പറഞ്ഞിട്ടുണ്ട്. ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ അത്തരം സിനിമകൾ ഒരു കൾട്ട് ക്ലാസിക് എന്ന നിലയിൽ നമ്മൾ എഴുതി വെക്കാറുമുണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രശംസ, അല്ലെങ്കിൽ അദ്ദേഹം അർഹിക്കുന്ന പ്രശംസ, അത് കൊടുക്കേണ്ടത് പ്രേക്ഷകരെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ഇനിയും മുൻപോട്ട് ഇതുപോലെയുള്ള സിനിമകൾ
പ്രേക്ഷകരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആവുന്ന സിനിമകൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.